ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടദോശ കഴിച്ചിട്ടുണ്ട്. അട കൊണ്ട് നിങ്ങൾ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അടദോശയുടെ മാവ് കൊണ്ട് കുഴക്കട്ട ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അടദോശയുടെ മാവ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം അടക്കുഴക്കട്ട. അടദോശയ്ക്ക് എന്തൊക്കെയാണോ ഇടുന്നത് അതെല്ലാം ഇട്ടിട്ടുണ്ട്. പരിപ്പുകളും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇവിടെ നല്ലെണ്ണയിൽ കടുക്, കടലപ്പരിപ്പ്, വറ്റൽമുളക്, അതേമാതിരി തന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേമാതിരി കായപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഈ ബേസിക്കലി അടദോശയുടെ അതേ ഫീലിൽ അതേ മണത്തോട് കൂടിയിട്ട് നമ്മൾ കുഴക്കട്ട രൂപത്തിലാണ് കഴിക്കാൻ പോകുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഞാനിതപ്പോൾ കായപ്പൊടി ഇട്ട് കൊടുക്കണം. ബിക്കോസ് പരിപ്പുകൾ കൂടുതലുള്ളതുകൊണ്ട് ഇനി ഗ്യാസ് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കായപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഇട്ട് നമുക്ക് കുഴക്കട്ടയ്ക്ക് വേണ്ട കംപ്ലീറ്റ് ഉപ്പും ഇതിൽ തന്നെ ഇപ്പം തന്നെ എണ്ണയിൽ കൂടെ തന്നെ ഇടുക. അപ്പോൾ നമുക്കിപ്പോൾ മാവ് ഒഴിച്ചിട്ട് നമ്മൾ കിണ്ടാൻ പോവുകയാണ്, അതായത് അരച്ച മാവിനെ ഒഴിച്ചിട്ട് കിണ്ടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കണേ, നിങ്ങൾക്ക് തേങ്ങ കൊത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നോക്കുകയാണെങ്കിൽ അടദോശയുടെ ആ ഇതിലേക്ക് ഞാൻ എന്തൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്? ഞാൻ കടലപ്പരിപ്പ്, അതേമാതിരി തന്നെ തുവരപ്പരിപ്പ്, അതേമാതിരി ചെറുപയർ, കൊള്ള്, വൻപയർ, ലേശം ഇഡ്ലി അരി, പച്ചരി, മറ്റേ വലിയ കടല, ഇതെല്ലാം കൂടിയിട്ട് ചേർന്നതാണ് ഈ മാവ് നിങ്ങൾ കാണുന്നത്. ഇനി ഇതും കൂടി ഒഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കിണ്ടുക. കുഴക്കട്ടയ്ക്കും ഇടിയാപ്പത്തിനുമൊക്കെ കിണ്ടണ പോലെ കിണ്ടുക. കുറച്ച് നേരം കിണ്ടി കഴിയുന്ന സമയത്ത് ഈ സൈഡിൽ നിന്നൊക്കെ ഇതിങ്ങനെ വരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ മാവ് നന്നായിട്ട് വേവാൻ തുടങ്ങും. വെന്ത് കഴിഞ്ഞിട്ട് സൈഡിൽ നിന്ന് വരാൻ തുടങ്ങും. പിന്നെ ഇതിൽ പരിപ്പുകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റായിരിക്കും. അപ്പോൾ നമുക്കൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം റവ ഇട്ട് കൊടുക്കുക. ഞാൻ വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ റവ വെന്ത് കഴിയുന്ന സമയത്ത് നന്നായിരിക്കും ഇതിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നല്ല പോലെ റവയും കൂടി മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മാവ് ഉണ്ടാവുക. അതായത് തൊട്ട് നോക്കിയിട്ട് ഇങ്ങനെ പിടിക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴക്കട്ട രൂപത്തിൽ പിടിക്കാൻ കിട്ടണം. ഇപ്പം ഞാൻ ചെയ്ത മാതിരി അങ്ങനെ ചൂടോട് കൂടിയിട്ട് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെ എടുത്ത് മാറ്റി കഴിഞ്ഞതിന് ശേഷം സമാധാനമായിട്ട് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പിടിച്ച് വെക്കുക. അതായത് കുറച്ചൊന്ന് പരത്തിയിട്ട് നിങ്ങളുടെ ആ 4 വിരലുണ്ടല്ലോ അതൊന്ന് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അച്ച അവിടെ വരണം. അതാണ് പിടിക്കുഴക്കട്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് കയ്യെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒരു കുറച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയിട്ട് തള്ളവിരലല്ലാത്ത ബാക്കിയുള്ള നമ്മുടെ കയ്യിലത്തെ 4 വിരലുകൊണ്ട് ഒന്നിങ്ങനെ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആ അച്ച് വരും. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും ആ കുഴക്കട്ട വെന്ത് വരുന്ന സമയത്ത്. ഞങ്ങൾക്ക് രാത്രി ഡിന്നർ ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 സൈഡിലായിട്ടാണ് വെച്ചത്. അതായത് ഒന്ന് സ്റ്റീമറിലും വെച്ചു, ഇനൊന്ന് വന്നിട്ട് ഇഡ്ഡലിത്തട്ടിലും വെച്ചു. അപ്പോൾ എല്ലാം കൂടി വെച്ചിട്ട് ഒരു 10, 15, 20 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ അടക്കുഴക്കട്ട റെഡി ആയിരിക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്തിടാത്ത ചട്നി, അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. നന്നായിരിക്കും വറുത്തിടാത്ത ചട്നിയുടെ കൂടെ ഇത് നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു 2 എണ്ണം വെച്ചിട്ടുണ്ട്. 2 എണ്ണം വെച്ചിട്ട് നമ്മൾ വറുത്തിടാത്ത ചട്നിയും കൂടി മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റോട് കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ അടക്കുഴക്കട്ട റെഡി ആയിരിക്കുകയാണ്. വരൂ നമുക്ക് കഴിക്കാം. சாப்பிடலாமா? அடக்குழக்கட்டை, வறுத்தடாத்த சட்னி மேலாப்படி ஊற்றிட்டு அதை பிணைஞ்சு சாப்பிடணும். ഇല്ലെങ്കിൽ നാട്ടു ചക്കര, എന്താണ് പറയുക, നമ്മുടെ ശർക്കര, ഇതൊക്കെ സൂപ്പറായിരിക്കും. എന്നിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് കഴിക്കണം. കുറച്ച് ഇളക്കണത് മാത്രമേ ഉള്ളൂ പ്രശ്നം. അത് കഴിഞ്ഞാൽ റെഡി. ഇപ്പം ഞാനിത് ഉണ്ടാക്കിയില്ലേ, അടുത്ത ദിവസം പിള്ളേർ ബ്രേക്ക്ഫാസ്റ്റിന് സ്കൂളിലേക്ക് കൊണ്ടുപോകും. മുകളിൽ കുറച്ച് ഞാൻ ശർക്കര ഇട്ട് കൊടുക്കും.
നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, വീണ്ടും വീണ്ടും നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Vinny's Kitchen.